പരിസരങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള ചില ആചാരവിശേഷങ്ങൾ ഇവിടെയുണ്ട്. ഉമിയംകുന്നിലെ കുട്ടിച്ചാസ് എന്ന് പറഞ്ഞാൽ ചാലവോറക്കരിങ്കുട്ടിച്ചാസ് എന്നാ പറയുക. പരദേവതാ ക്ഷേത്രം ഇതിൻ്റെയൊക്കെ എത്രയോ മുമ്പുള്ളതാണ്. ഏകദേശം 800 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. 400 കുട്ടിച്ചാസന്മാരുണ്ട്. ഇവിടത്തേക്ക് മാത്രമുള്ളൊരു തിരുമുടിയുണ്ട്. ഇവിടുത്തെ തെയ്യം കിട്ടാൻ 41 ദിവസം വ്രതമാണ്. ആ യാത്ര എന്ന് പറയുന്നത് ഒരു പല്ലക്ക് അല്ലെങ്കിൽ ഒരു ഡോലിയ എന്നൊക്കെ പറയും. അങ്ങനെയുള്ളൊരു അതിൽ ചുവന്നു കൊണ്ടുപോകുന്ന സമ്പ്രദായം വാഹന സൗകര്യമൊന്നും ഇല്ലാത്ത കാലത്തുള്ളതാണ്. ജനങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുന്ന ഒരു ദൈവമാണ്. തെയ്യം കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോൾ അവൻ്റെ വിഷമങ്ങളൊക്കെ അവിടെ അഴിച്ചു വെച്ചിട്ട് പോകുന്ന പോലെ തോന്നണം. തുലാമാസം മുതൽ ഇടവപ്പാതി വരെ നീണ്ടു നിൽക്കുന്നതാണ് നമ്മുടെ വടക്കേ മലബാറുകാരുടെ തെയ്യക്കാലം. പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ഒരു പൊയ്പോയ കാലത്തിലേക്ക് ജനം ആണ്ടിലൊരിക്കൽ തിരിച്ചു നടക്കുന്ന കളിയാട്ടക്കാലം. സാധാരണക്കാരന്റെ സങ്കടങ്ങളും പ്രതീക്ഷകളും ആത്മഹർഷവുമൊക്കെ പങ്കിടാൻ ദൈവങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങി വരും. കടത്തനാടിൻ്റെ തിരയുത്സവങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് നമ്മുടെ വടകര കാക്കുനി ശ്രീ ഉമിയംകുന്നുമ്മൽ ക്ഷേത്രം. നമസ്കാരം, ഞാൻ ഹരീഷ് പണിക്കർ, അരൂരാണ്. ഇനി അങ്ങോട്ട് കടത്തനാട് ഉത്സവരാവുകളായി. ഇനി ഓരോ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളുടെ തുടക്കമായി. ഈ കടത്തനാടിൻ്റെ തുടക്കം ഉമിയംകുന്നും, അവസാനം കടമേരി. ഉമിയംകുന്നിൽ തുറന്ന് കടമേരി അടക്കുകയെന്നാണ് പഴമക്കാർ പറഞ്ഞു വന്നത്. അതേ പ്രകാരമാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നു വരുന്നത്. അതിനുശേഷം പിന്നെ കടത്തനാട്ടിൽ കാര്യമായിട്ട് ഉത്സവങ്ങളൊന്നും ഉണ്ടാവാറില്ല. കടത്തനാട്ടിലെ ഏറ്റവും ഒരു ഐതിഹ്യം നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് ഉമിയംകുന്ന്. ഉമിയംകുന്നിലെ കുട്ടിച്ചാസ് എന്ന് പറഞ്ഞാൽ ചാലവോറക്കരിങ്കുട്ടിച്ചാസ് എന്നാണ് പറയുക. ചാലവോറ ഇല്ലത്തുനിന്ന് വന്നതുകൊണ്ട് അങ്ങനെ അയിന്ന. കുട്ടിച്ചാസിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ കാളകാട്ടിലത്ത് തിരുമേനിക്ക്, മക്കളില്ലാതിരുന്ന തിരുമേനിക്ക് ഒരു കുട്ടി ജനിക്കുകയാണ്. അപ്പോൾ അത് അമാനുഷിക കഴിവുകളും അനർത്ഥങ്ങളും വീട്ടിലുണ്ടാക്കുകയും അങ്ങനെ അതിനുശേഷം ഈ കുട്ടീനെ അറുത്ത് ഹോമിച്ച് കളഞ്ഞെന്നാണ് പറയുന്നത്. 1 കുട്ടിച്ചാസന്മാരുണ്ടെന്ന്. 1 400 എന്ന് പറഞ്ഞാൽ 399. അത്രയും കുട്ടിച്ചാസന്മാരുണ്ട്. അതിൽ പെട്ടതാണ് ഇതെല്ലാം. പക്ഷെങ്കിൽ ഐതിഹ്യങ്ങൾ പറയുന്നത് ഈ നമ്മളെ ഉമിയംകുന്നുമ്മൽ ഇപ്പോൾ കെട്ടിയാടുന്ന ആ രൂപത്തിലാണ്, അതിൽ നിന്നാണ് ബാക്കിയുള്ള കുട്ടിച്ചാസന്മാർ ഉണ്ടായതെന്നാണ് പറയുന്നത്. ചാലോറ കരിക്കുട്ടി, അത് ചാലോറ ഇല്ലത്തുനിന്ന് വന്നതുകൊണ്ട് ചാലോറ കരിക്കുട്ടി എന്ന് പറയും. അത് തെക്കോട്ട് പോകുമ്പോൾ അത് പൂക്കുട്ടി ശാസനം എന്ന് അതിനെ പറയും. വടക്കോട്ട് തലശ്ശേരി ഭാഗങ്ങളിൽ അതിന് മണിക്കുട്ടി ശാസനം എന്ന് പറയും. ഇത് എല്ലാം ഒരേ രൂപം തന്നെയാണ്. പക്ഷെ ഓരോരുത്തരെ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ട് അങ്ങനെ വരും. നമ്മളിവിടെ ഇപ്പോൾ ചാലോറ കരിങ്കുട്ടി ശാസനം എന്നുള്ള രൂപത്തിലാണ് ഉമിയംകുന്നുമ്മൽ സങ്കല്പം. അതിനെയാണ് നമ്മൾ അവിടെ കെട്ടിയാടുന്നത്. അതിൻ്റെ ചടങ്ങുകളൊക്കെ മറ്റ് ഒരു ക്ഷേത്രത്തിലും കാണാത്ത രീതിയിലുള്ള ചടങ്ങുകളാണ് ഉമിയംകുന്നുമ്മൽ നടന്നു വരുന്നത്. ഇവിടെ പരദേവത, കുട്ടിച്ചാത്തൻ, ഗുളികൻ, ചാമുണ്ടി എന്നീ 4 ദൈവങ്ങൾക്ക് തെയ്യങ്ങളുണ്ട്.
തുലാമാസം 5, 6, 7, 8 എന്നീ ദിവസങ്ങളിലാണ് സാധാരണ ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. ഇപ്പോൾ ഭക്തന്മാരുടെ വകയായി പ്രാർത്ഥനയായി ഉണ്ടാകുന്ന വെള്ളാട്ട്, നേർച്ച വെള്ളാട്ടുണ്ട്. അത് തുലാമാസം 1, 2, 3, 4 എന്നീ തീയതികളിൽ 4 ദിവസത്തേക്ക് മാത്രമാണ് നടത്തപ്പെടുന്നത്. അത് കൂടുതലായിട്ട് വരുമ്പോൾ അത് അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കുന്ന സമ്പ്രദായമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിലവിൽ കുറച്ച് കൂടുതൽ ഇനിയും കഴിക്കാനുള്ള ഭക്തന്മാരുടെ നേർച്ചയായിട്ട് ഇവിടെ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. മറ്റ് പരിസരങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള ചില ആചാരവിശേഷങ്ങൾ ഇവിടെയുണ്ട്. അതായത് ഇവിടുത്തെ കെട്ടിയാട്ടക്കാരർക്ക് സാധാരണ ഒരു ക്ഷേത്രങ്ങളിൽ നടത്തിക്കൊണ്ടുപോകുന്ന രീതിയിലുള്ള തെയ്യക്കോലങ്ങളുടെ സ്വഭാവമല്ല ഇവിടെ നടക്കുന്നത്. അത് കുറച്ച് കായികമായും പിന്നെ മാനസികമായൊക്കെ നല്ല ശേഷിയുള്ള ഒരു കലാകാരന് മാത്രമേ ഇവിടുത്തെ ഉത്സവങ്ങൾ നടത്തിക്കൊണ്ട് പോകാനാവൂ എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ. ഇവിടെ പരദേവതക്കുള്ള തറ നടത്തുന്നത് മുന്നൂറ്റനും മറ്റ് ദേവതകൾക്കുള്ളത് മലയ സമുദായത്തിൽപ്പെട്ട പണിക്കർ വരുവാണ്. ഈ കെട്ടിയാട്ടങ്ങളൊക്കെ ചെയ്യുന്നത് അരൂരുള്ള ചന്തുപ്പണിക്കർ എന്നുള്ള ആളുടെ മകൻ ഹരീഷ് മൂപ്പരാണ്. അയാൾ കുറച്ച് കാലമായിട്ട് ഹരീഷാണ് ഇവിടെ കെട്ടിയാട്ടം നടത്തുന്നത്. പിന്നെ മുന്നൂറ്റൻ ഇവിടെ പൂർവികമായിട്ട് ഒരു തലമുറകളായിട്ട് ഇവിടെ ഉത്സവം നടത്തി വന്ന ആളാണ്. അവരുടെ മൂന്നാമത്തെ, നമ്മളെ എല്ലാം കാഴ്ചയിൽ 3ാമത്തെ തലമുറയിലുള്ള ആളാണിപ്പോൾ ഈ കെട്ടിയാട്ടം നടത്തുന്നത്. വിശ്വൻ മുന്നൂറ്റൻ, അയാൾ വില്യാപ്പള്ളിയാണ് താമസിക്കുന്നത്. ഇതിനു മുമ്പേ എൻ്റെ അച്ഛനായിരുന്നു തെയ്യം കെട്ടാറ്. അതിനു മുമ്പേ എൻ്റെ അമ്മയുടെ അച്ഛനായിരുന്നു. അതിനുശേഷം അമ്മയുടെ അച്ഛന് ശേഷം അച്ഛനായി. അച്ഛൻ 40 കൊല്ലം തറ കഴിഞ്ഞു. അതിന് ശേഷമാണ് ഇപ്പം എനിക്ക് ഭാഗ്യം ഉണ്ടായത്. ഇപ്പോൾ 2019 മുതലായിട്ട് ഞാൻ ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും അച്ഛൻ്റെ കൂടി വന്നിട്ട് അനുഭവിച്ചറിഞ്ഞ ഈ ഒരു ശക്തി വെച്ചിട്ടാണ് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഇതിന് ഒരു യൂണിവേഴ്സിറ്റി ഇല്ലാത്ത കലയാണ് തെയ്യം. തെയ്യത്തിന് ഒരിക്കലും ഒരു പഠന കേന്ദ്രമില്ല. അത് രക്തത്തിൽ നിന്ന് രക്തത്തിലേക്ക് മാറി 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 കൈമാറി വരുന്നതാണ്. രക്തത്തിലുണ്ടാവണം ഈ ഒരു ജീന്. എന്നാലേ അത് നമ്മൾ അതിൻ്റേതായിരിക്കുന്ന ശുദ്ധിയോടും കൂടി ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടുത്തെ തെയ്യം കെട്ടാൻ 41 ദിവസം വ്രതമാണ്. 41 ദിവസത്തെ വ്രതം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്ഷേത്രത്തിൽ കയറുക. അതിനുശേഷം 8 ദിവസവും അവിടെ തന്നെയാണ്, അടുത്ത കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുക. തുലാം 8-ാം തീയതി കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു വന്നാലാണ് ഒരു മനസ്സമാധാനം ഉണ്ടാവും. കുട്ടിച്ചാത്തന് പ്രത്യേകിച്ച് ഇവിടെയുള്ളൊരു വിശേഷം എന്ന് പറയുന്നത് ഇവിടത്തേക്ക് മാത്രമുള്ളൊരു തിരുമുടിയുണ്ട്. അത് മറ്റു ക്ഷേത്രങ്ങളിലൊന്നും കൊണ്ടുപോകുന്ന പതിവില്ല. വളരെ മുമ്പ് പറയപ്പെടുന്നത് ഏതോ ഒരു ക്ഷേത്രത്തിലേക്ക് പറയപ്പെടുന്ന കഥയാണ്. വേറൊരു ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ ഇവിടുത്തെ മുടി കൊണ്ടുപോയതും അത് ഇവിടുത്തെ ദേവന് ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥ ഉണ്ടായി. അതിന് ശേഷം അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം, ദൈവഹിതം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പുറത്ത് കൊണ്ടുപോകാണ്ട് ഇവിടത്തേക്കുള്ള മാത്രം ആയിട്ട് ഇവിടുത്തെ മുടി ഉപയോഗിക്കുന്നത്. അത് ഓരോ കൊല്ലത്തിലും ഇപ്പോൾ ഉള്ള മുടി ഏകദേശം ഒരു 40 വർഷം മുമ്പ് പുതുക്കിപ്പണിത മുടിയാണ്. അതിനുശേഷം വർഷാവർഷം അവരുടെ രീതിയിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത്
അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ഇവിടുത്തെ കുട്ടിച്ചാത്തൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത് പറഞ്ഞു കേട്ടൊരു മൊഴിയുണ്ട്. അതായത് ഈ ക്ഷേത്രം ആയഞ്ചേരി പുതിയോട്ടൽ തറവാട്ട് വകയാണ്. അപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ തറവാട്ടിൽ നിന്നാണ് നടത്തുന്നത്. അത് പുതിയോട്ടൽ അമ്മ നേതൃത്വത്തിലുള്ള ഭരണമാണ്. അതായത് അവിടെ പ്രാധാന്യം അമ്മയ്ക്കാണ്. അപ്പോൾ പൂർവികമായിട്ട് പറഞ്ഞു വരുന്നത് പുതിയോട്ടിൽ അമ്മ എന്നുള്ള ഒരു സ്ഥാനപ്പേരിലാണ്. ആ പുതിയോട്ടിൽ അമ്മയാണ് ഇതിൻ്റെയൊക്കെ മറ്റ് സഹായികളുടെ ബന്ധുക്കളുടെ ഒക്കെ സഹായത്തോടു കൂടി ഉത്സവാദികളും മറ്റ് സംഗതികൾക്ക് പുതിയോട്ട് തറവാട്ട് വഴിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിപ്പോകുന്നത്. ഒരു സന്ദർഭത്തിൽ വളരെ മുമ്പ് പുതിയോട്ടിൽ അമ്മ വളരെ രാജകീയമായ രീതിയിലുള്ള, ഇപ്പോൾ എന്നല്ല, ഒരു 300-400 വർഷത്തിൻ്റെ പഴക്കമുണ്ട്. അപ്പോൾ ഇന്നത്തെ സമ്പ്രദായത്തിലൊന്നുമല്ല, പണ്ട് കാലത്തുള്ള സമ്പ്രദായത്തിനനുസരിച്ച് ഒരു യാത്ര പുറപ്പെടുവാനും, ആ യാത്ര എന്ന് പറയുന്നത് ഒരു പല്ലക്ക് അല്ലെങ്കിൽ ഒരു ഡോലിയ എന്നൊക്കെ പറയും, അങ്ങനെയുള്ളൊരു അതിൽ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം വാഹന സൗകര്യമൊന്നുമില്ലാത്ത കാലത്തുള്ളതാണ്. അപ്പോൾ അങ്ങനെ അമ്മ അവരുടെ സഹചാരികളുമായിട്ട് മറ്റ് കാര്യസ്ഥന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര, ഒരു സ്ഥലത്ത് നിന്ന് പുതിയോട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വഴിയിൽ ഒരു ക്ഷേത്രം മുടിഞ്ഞ സ്ഥലം കണ്ടു. അവിടുന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത് ഇവിടെ ഒരു കുട്ടിച്ചാത്തൻ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും ആ ക്ഷേത്രം മുടിഞ്ഞു പോയതാണെന്നും ഒക്കെ മനസ്സിലാക്കുവാൻ സാധിച്ചു. അങ്ങനെ അവർ ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ മുടിഞ്ഞ സ്ഥലത്തിരിക്കുന്നത് എൻ്റെ കൂടെ പോന്നാൽ ഞാനൊരു നല്ല സ്ഥലം കൊടുക്കാമല്ലോ എന്ന് അവർ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പിന്നീട് അത് സംബന്ധമായിട്ടുള്ള തിരിച്ച് വീട്ടിലെത്തിയ ശേഷം അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞ വിവരങ്ങൾ, എന്നെ ഒന്നും ചെയ്യാണ്ട് എന്നെ മറന്നുപോയോ എന്നുള്ള ഒരു വിഷയം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഇവിടെ ഒരു താൽക്കാലികമായി ഒരു പ്രതിഷ്ഠ നടത്തി. അതിപ്പോൾ പണ്ട് ഒരു പാലം ഉണ്ടായിരുന്നുണ്ട്, പാലമരം. ആ പാലമരം തർപ്പണം നടത്തുന്ന സ്ഥലമാണ്, അതിൻ്റെ ചുവട്ടിലാണ്. ആ സ്ഥലത്താണ് ഈ ആദ്യകാലത്ത് ഈ കുട്ടിച്ചാത്തൻ്റെ ചടങ്ങ് നടക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതിഷ്ഠ പോലെ ഉണ്ടായത്. പിന്നീട് കാലാന്തരത്തിൽ ഇപ്പം കാണുന്ന ക്ഷേത്രം പുതുതായിട്ടുണ്ടാക്കപ്പെട്ടതാണ്. അത് തന്നെ ഏകദേശം ഒരു 400 വർഷമൊക്കെ പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. പ്രശ്നചിന്തയിലൊക്കെ പറയുന്നത്, നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. അപ്പം കുട്ടിച്ചാത്തൻ്റെ തെറ ഇവിടെ വന്നതിനൊക്കെ അത് ഇവിടുത്തെ സമ്പ്രദായങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു, കുട്ടിച്ചാത്തൻ ഇവിടുത്തെ സമ്പ്രദായങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് എങ്ങനെയാണ്, കെട്ടിയാടലും ഇവിടുത്തെ ആചാരങ്ങളൊക്കെ വേണ്ടതെന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് അനുബന്ധിച്ച് ഒരു സംഭവം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത് ഒരു വിശദീകരിച്ച് പറയേണ്ട കാര്യമാണ്. പരദേവതാ ക്ഷേത്രം ഇതിൻ്റെയൊക്കെ എത്രയോ മുമ്പുള്ളതാണ്. ഏകദേശം 800 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. അത് ചിന്തയിൽ തന്നെ മനസ്സിലായതാണ്. അപ്പോൾ നമുക്ക് ആർക്കും പറഞ്ഞ് കഴിയില്ല, ഒരുപാട് പുരാതനമാണെന്നുള്ള മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇവിടെ കുറച്ച് നവീകരണ പ്രവർത്തികളൊക്കെ പരദേവതാ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട്.
തെയ്യക്കാരൻ അല്ലെങ്കിൽ കല്ലാടി എന്ന് പറഞ്ഞാൽ കനലാടി എന്ന് പറഞ്ഞാൽ അവന് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ മുതൽ അവനെ ഇതിൽ ഭാഗവാക്കാവും. ഓരോരോ കാര്യങ്ങൾ കേട്ടും ഭൂമിയിലെത്തിയതിന് ശേഷം അത് കണ്ടും അതിൻ്റെ കൂടെ നടന്നും അത് അനുഭവിച്ചറിഞ്ഞും തന്നെ ആയി വരണം. എന്നാലാണ് ഒരു തെയ്യക്കാരന് പൂർണ്ണത ഉണ്ടാവും. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഒരു ക്ലാസ്സിൽ പോയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കലയല്ല ഈ തെയ്യം. തെയ്യം എന്ന് പറഞ്ഞാൽ കല എന്നതിലുപരി ഒരു അനുഷ്ഠാനം കൂടിയാണ്, അനുഷ്ഠാന കർമ്മമാണ്. അത് അതിൻ്റെതായിരിക്കുന്ന പൂർണ്ണതയിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ദോഷം അത് ചെയ്യുന്ന ആൾക്കാരാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ബാധിക്കുക തെയ്യം കിട്ടുന്ന ആൾക്കാരാണ്. ക്ഷേത്രത്തിലെ പ്രശ്നമായാലും കല്ലാടിൻ്റെ പ്രശ്നമായാലും എന്തായാലും അത് ഈ ഒരു സമയത്ത് വിപരീതമായിട്ട് ബാധിച്ചാൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിനെ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായത്. കാരണം ഒരു മനുഷ്യൻ്റെ കാലിൻ്റെ വിരൽ മുതൽ മുത വരെ കെട്ടിക്കുടുക്കിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബാക്കിയുള്ള എല്ലാ കലാരൂപത്തിലും മഹാവിഷ്ണുവെല്ലാം ശംഖും ചക്ര കഥാ പങ്കജധാരിയായിട്ട് നിൽക്കുമ്പോൾ ആരും പോയിട്ട് അവരോട് സങ്കടം പറയുകയും ദക്ഷിണ കൊടുക്കുകയും ചെയ്യുന്നില്ല. പക്ഷേ ഇത് ജനങ്ങളുമായിട്ട് കൂടി ഇടപഴകുന്ന, ജനങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ അതിൻ്റെ പരിശുദ്ധി എത്രത്തോളം നിലനിർത്താൻ പറ്റുമോ അത്രയും ഈ തെയ്യം കെട്ടുന്ന ആൾ ചെയ്യേണ്ടതാണ്. അത്ര കൃത്യമായിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. അതിലൊരു കളങ്കവും വരുത്താൻ പാടില്ല. അത്രയും പവിത്രമായിട്ട് വേണം. കാരണം നമ്മൾ തെയ്യം കെട്ടിയിട്ട് ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അവരുടെ വിഷമങ്ങൾ ദൈവത്തോട് പറയാണ്. അപ്പോൾ നമ്മളും മനസ്സും ശരീരവും ദൈവത്തിലേക്ക് അർപ്പിക്കണം. എന്നാലാണ് അവർ പറയുന്ന കാര്യങ്ങൾ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും അതിനെ അവരുടെ കണ്ണീരൊപ്പുവാനും കഴിയുള്ളൂ. അപ്പോൾ ഓരോരോ പ്രശ്നങ്ങളും അതിനായിരിക്കുന്ന രീതിയിൽ പറഞ്ഞ് അവർക്ക് ഒരു ഭക്തന് തെയ്യം കണ്ടിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവൻ്റെ വിഷമങ്ങളൊക്കെ അവിടെ അഴിച്ചു വെച്ചിട്ട് പോകുന്ന പോലെ തോന്നണം. അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ കല്ലാടി അതിൻ്റേതായിരിക്കുന്ന പരിശുദ്ധിയോടും കൂടി ചിട്ടയോടും കൂടി ഈ കർമ്മം നിർവഹിക്കണം. തുലാം 5-ാം തീയതി സാധാരണ കുട്ടിച്ചാത്തൻ പരദേവത വെള്ളാട്ട്, 6-ാം തീയതി കൊടിയേറ്റം, അന്ന് പരദേവതയും കുട്ടിച്ചാത്തനും വെള്ളാട്ടം. പിന്നെയുള്ളത് 7-ാം തീയതിയാണ്. 7-ാം തീയതി ഈ പ്രദേശത്തുള്ള ഭക്തന്മാരുടെ വകയായുള്ള ഇളനീർ വരവുണ്ട്. അത് വൈകുന്നേരം 7-ാം തീയതി ഒരു 5:30 മണി ആകുമ്പോഴത്തേക്ക് ഒരു ദീപാരാധനയോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിലെത്തുന്ന രീതിയിൽ ഇവിടുത്തെ തണ്ടാൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ക്ഷേത്ര സന്നിധിയിൽ വാദ്യഘോഷങ്ങളോടുകൂടി ഇവിടെ എത്തുന്ന ഒരു രീതിയാണ്. അത് കഴിഞ്ഞ് അതോടനുബന്ധമായിട്ട് തന്നെ അപ്പം തന്നെ പരദേവതയുടെ വെള്ളാട്ടം, അതായത് ഒരു സാധാരണ ഒരു 6-6:30 മണിയാകുമ്പോഴത്തേക്ക് ആണ് തുടങ്ങുന്നത്. ആ പരദേവത വെള്ളാട്ടം ഒരു ഏകദേശം ഒരു 1-2 മണിക്കൂറെങ്കിലും കഴിയും. അപ്പോൾ അത് കഴിഞ്ഞാൽ കുട്ടിച്ചാത്തൻ്റെ വെള്ളാട്ടമാണ്. അത് കഴിഞ്ഞാൽ രാത്രി ഒരു 11-12 മണിയാകുമ്പോഴത്തേക്ക് ഗുളികൻ്റെ വെള്ളാട്ടം. പിന്നെ ചാമുണ്ടിക്ക് അതൊരു 3 മണി 2 മണി 3 മണിയൊക്കെ ആവും. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് 7-ാം തീയതിയത്തെ പരിപാടികൾ. പിന്നെ 8-ാം തീയതി രാവിലെ
പിന്നെ ഗുളികൻ്റെ മുടിവെച്ചത്തറ. അത് രാവിലെ 7 മണി 7:30 തുടങ്ങും. ഒരു 9-9:30 ആകുമ്പോഴത്തേക്ക് അത് പിന്നെ നിർത്തുകയും ചെയ്യും. അന്നദാനം രാവിലെ 11 മണി മുതൽ അല്ലേ? 11 മുതൽ അന്നദാനമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പരദേവതേൻ്റെ ചട്ട വെച്ച് അത് തെറയാണ്. ആ തെറ രാവിലെ ഒരു 9:30 മണി 10 മണിക്ക് തുടങ്ങി ഒരു 12:30 ഏകദേശം അത് ചിലപ്പോൾ 1 മണി വരെ എല്ലാം നീണ്ടുപോകും. അപ്പോൾ അത് കഴിഞ്ഞാൽ കുട്ടിച്ചാത്തൻ്റെ തെറയാണ്. അത് ഒരു 3-3:30 മണിയാകുമ്പോഴത്തേക്ക് അത് ഏകദേശം അതിൻ്റെ ഒരു ഇവിടെ നടക്കുന്നൊരു പള്ളിവേട്ട എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതൊരു ക്ഷേത്രത്തിൽ പരിസരത്തു നിന്നുള്ള ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത ഒരു പ്രത്യേകത ഉള്ളൊരു സംഗതിയാണ്. മുമ്പ് കാലത്ത് ആടുവെട്ട് കോഴിവെട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നിന്ന് പോയിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴ് അതിനുള്ളൊരു ഉത്തമ കർമ്മത്തിലുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഉമിയൊന്നുമല്ല തോറ്റം, അത് കുട്ടിച്ചാത്തൻ സങ്കല്പത്തിൽ തോറ്റാണ്. തെയ്യത്തിന് 2 തോറ്റമുണ്ട്. ഒന്ന് അണിയറയെന്നും ഒന്ന് മുടിപ്പറയെന്നും 2 തോറ്റങ്ങളുണ്ടാവും. അത് ഒന്ന് മുടി വെച്ച് കഴിഞ്ഞാൽ ഒരു തോറ്റം, അതിന് മുമ്പേ ഒരു തോറ്റം. ഇതൊക്കെ കഴിഞ്ഞ് മുടി പറിച്ച് കഴിയുമ്പോഴാണ് ഇത് മനുഷ്യാവസ്ഥയിലേക്ക് വരിക. അന്നേരമാണ് ശരീരം ഒന്ന് ഫ്രീ ആവുള്ളൂ. അതുവരെ ഈ ഒരു ചൈതന്യത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു മാനസികമായിട്ട് ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അടുത്ത 8 ദിവസം അവിടെ നിന്ന് അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതൊക്കെ അവസാനിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി നിന്നിട്ട് അത് ഒരു വല്ലാത്തൊരു അന്തരീക്ഷം അവിടെ. പരശുരാമനാൽ പടക്കപ്പെട്ട കർമ്മഭൂമി 120 നാട് നീക്കി കണ്ടെടുത്തു. അതിന് നാഗവും ഭൂതവും പ്രതിഷ്ഠിച്ചു. മലയാളിയെ ശാസാവിനെ പ്രതിഷ്ഠിച്ചു.
സമുദ്രതീരത്ത് ദുർഗാദേവിയെ പ്രദർശിച്ചു എന്നതിൻ്റെ ശിശും ഉച്ചപൂജ ഉദയപൂജ 3 ലക്ഷം സംരംഭങ്ങളും ഹോമം മുത്തുഞ്ചയം മൂട്ടുപാട്ട് വേലവിളക്ക് വെള്ളാട്ടം തെറിയാട്ടം കളിയാട്ടം എന്നിങ്ങനെ അനേകം ആചാരങ്ങൾ നൽകിപ്പോയി. അതേ പ്രകാരം ഇന്നിപ്പോൾ കുമ്മ്യങ്കുന്ന് മകൻ്റെ ആശ്രമം ഭേദമായിട്ട് എത്ര കാലം എത്ര പുരുഷാന്തരം നിറഞ്ഞില്ല. നോളാണ്ട് കഴിയന്ത്രമാണെന്നതിൽ നോളെ വലങ്കരത്താൽ കൂട്ടിപ്പിടിച്ചു കുമ്മ്യങ്കുന്നും സ്ഥലവും ഭേദമായിട്ട് കൂടിയിരുത്തിയില്ലേ. അന്ന് തൊട്ട് നൂരിന്നൂരമ്പിലെ കത്താക്കുമാട്ട് യശത്തിനും കീർത്തിക്കും തന്ത്രിക്കും തറവാട്ടിനും വിഘ്നം കൊണ്ട് കൂട്ടിച്ചമയാൻ സമ്മതിയാത പ്രകാരം സാക്ഷിയായിട്ടും നല്ലതായിട്ടും സർവ്വവിദ്യയായിട്ടും ചലവൂർ കരുകുട്ടി കാവലായിട്ട് നിലനിൽക്കും വരെ. ഈ പ്രകാരം ഇപ്പോൾ മത്സരത്തോട് മത്സരം പകർന്നു. ചലവൂരക്കൊരു കുട്ടി അലാകോലം തികഞ്ഞു. അരകിനും ഭേദമായിട്ട് കൈയെടുത്തു. പതരത്തോട് പതരം ധരിച്ചു. അപ്പോൾ എണ്ണങ്ങളൊക്കെ നിറവടിയായിട്ട് വാങ്ങി അനുഭവിച്ചില്ലേ. ഇതേപ്രകാരം നിങ്ങളെല്ലാവരും ഒന്നേ ബുദ്ധിയുടെ മനസ്സായി ഒരുമൈ വീരുമ്പ് കൂടാൻ സമ്മതിയാത പ്രകാരം എണ്ണങ്ങളൊക്കെ കൊണ്ടുപോട്ട് കൽപ്പിച്ചു കഴിഞ്ഞാൽ എവർക്ക് എടുത്താലും ഏതൊരു സഭാമന്ദിരത്തിനൊക്കെ എടുത്ത് 3 കാലം തൊട്ടകരം വിട്ട് കളയാൻ സമ്മതിയാത പ്രകാരം സാക്ഷിയായിട്ട് തൊള്ളായിട്ടും മഹാരോഗത്തിന്റെ വിധാനമായിട്ടും ചിലവർക്കൊരു കുട്ടി ഒരു 5 മണി 6 മണി ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ സമാപനമാണ്. മുടി പറിച്ച് അതോടുകൂടി ഉത്സവം സമാപിക്കുന്ന രീതിയാണ്. കലശം എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. അത് മദ്യം ആണ് ഉപയോഗിക്കുന്നത്. അത് ഇവിടെ ഇപ്പോൾ ഉത്സവത്തോടനുബന്ധിച്ചും അല്ലാത്ത ദിവസങ്ങളിലും നടത്തുന്നുണ്ട്. ഇത് ഭക്തന്മാരുടെ വകയായിട്ട് ഇപ്പം വൈകുന്നേരം 5 മണിക്ക് ശേഷമുള്ള ഒരു സമയത്ത് ഒരു 1-2 മണിക്കൂർ സമയം അതിൻ്റെ ഒരു സമയം ഇവിടെ കലശം വെക്കുന്നൊരു ഏർപ്പാടുണ്ട്. പിന്നെ ശുദ്ധിക്രിയകളുണ്ട്. അത് പൂർവികമായിട്ട് തുലാം 9-ാം തീയതി പിറ്റേ ദിവസം തന്നെയാണ് നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അത് 10-ാം തീയതിയിലേക്ക് തന്ത്രിൻ്റെ നിർദ്ദേശപ്രകാരം മാറ്റിയിട്ട് തുലാം 10-ാം തീയതി ഒരു ദിവസം ഗ്യാപ്പിട്ടിട്ട് അടുത്ത ദിവസത്തേക്ക് എന്നുള്ള നിലക്ക് ആ ശുദ്ധിക്രിയകൾ നടത്തുന്നു.